ഇപ്പോൾ റിട്ടയർഡ് SP ആയ ശ്രീ KM ആന്റണി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KM ആന്റണി, ഈ പ്രതി ഈ വിനീഷ്, ഇപ്പോൾ ചാടിപ്പോയിട്ടുള്ള വിനീഷ് എന്ന് പറയുന്നത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ നിരവധി തവണ ചാടിപ്പോയിട്ടുണ്ട്. 1-2 തവണയൊക്കെ ചാടിപ്പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ രീതിക്ക് നോക്കുമ്പോൾ ഇത് 3-ാം തവണയാണ് ഇയാൾ വീണ്ടും ഈ ചാടിപ്പോകുന്നത്, ഈ സംരക്ഷണത്തിൽ നിന്നും ചാടിപ്പോകുന്നത്, അല്ലെങ്കിൽ ഈ തടവിൽ നിന്നും ചാടിപ്പോകുന്നത്. എങ്ങനെയാണ് ഇത്രയും ഒരു അനാസ്ഥ വരുന്നത്? ഇതിനു മുൻപും സമാന സ്വഭാവം കാണിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അയാളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ്, ഇത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ കേരളത്തില് ഈ കൊലപാതകങ്ങൾ, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് എണ്ണത്തിൽ കൂടി വരികയാണെന്ന് തോന്നുന്നു. കാരണം അതിൽ ഏറ്റവും ദയനീയവും അതുപോലെ തന്നെ ഭയാനകവുമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ പെരിന്തൽമണ്ണയിലെ 21 വയസ്സുള്ള ദൃശ്യ എന്ന പെൺകുട്ടിയെ പിന്നാലെ നടന്ന് പ്രണയാഭ്യർത്ഥന നടത്തി. അത് നിഷേധിച്ചതിന്റെ പേരില് ഈ കഴിഞ്ഞ 2021 ജൂൺ 17-ാം തീയതി അവരുടെ അച്ഛനൊരു ചെറിയ കട നടത്തുന്നുണ്ട്. ആ കടയിൽ തീയിട്ട് അത് നാശനഷ്ടപ്പെടുത്തി അവിടെ നിന്ന് അടുത്തുള്ള വീട്ടിലേക്ക് വന്ന് വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഈ ദൃശ്യയെയും കുത്തിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അതിന്റെ ഇളയ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ കുട്ടിയെയും കുട്ടി പരിക്കേൽപ്പിച്ചു. അതും വളരെ ഗുരുതരമായുള്ള പരിക്കാണ്. ആ കുട്ടിയുടെ അമ്മയാണ് ഇപ്പൊ സംസാരിച്ചത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിയമ അല്ലെങ്കിൽ നീതി നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ജയിലും മറ്റുമൊക്കെ എത്രമാത്രം അതിൽ സുരക്ഷിതമാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇയാള് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കുതിരവട്ടത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അയാളെ ഇക്കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി കോടതിയുടെ ഉത്തരവും പ്രകാരം കൊണ്ടുവന്നു കഴിഞ്ഞ് അത് അയാൾ അവിടെ കിടക്കുകയും, അതുപോലെ തന്നെ 29-ാം തീയതി രാത്രി 9 മണിക്ക് ശേഷം അയാൾ അവിടെ നിന്ന് ശുചിമുറിയുടെ ഭിത്തി തുറന്ന് പുറത്ത് ചാടി മതിലും കടന്നു പോവുകയാണ് ചെയ്തത്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതിനു മുമ്പും 2014 ഓഗസ്റ്റ് 15-ന് ഇതേ രീതിയിൽ തന്നെ അതേ ആശുപത്രിയിൽ നിന്ന് പുറത്തു ചാടിപ്പോയ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പം അയാളെ അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നിന്ന് പോലീസ് പിടികൂടുവാക്കിയത്. അപ്പൊ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കാരണം മാനസിക രോഗമുള്ള രോഗികളെന്ന് പറഞ്ഞാൽ രോഗികളല്ല, ഇവര് കുറ്റവാളികളാണ്, തടവുകാരാണ്, കൊലപാതകികളാണ്. ഇവരെ സൂക്ഷിക്കാനുള്ള സംവിധാനം ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള സുരക്ഷ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കേരളത്തിലെ ഓരോ പെൺകുട്ടികളുള്ള അമ്മമാർക്കും ആ അമ്മയുടെ വേദന ഉൾക്കൊള്ളും, അല്ലെങ്കിൽ ആ രീതിയിൽ ഭയത്തിലാണ് കഴിക്കുന്നത്. ഞാനവർ ആ അമ്മയുടെ വിഷമം, ആ അമ്മയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവ്, അതായത് ഈ ദിശയുടെ അച്ഛൻ 2 മാസം മുമ്പ് മരിച്ചുപോയി. ആ ഇളയ പെൺകുട്ടിയും പിന്നെ പ്രായമായ അച്ഛനും അമ്മയുമാണ് ആ വീട്ടിലുള്ളത്. ഇങ്ങനെയുള്ള അവൻ ഈ കുടുംബം മൊത്തം ഞാൻ തകർത്ത് കളയും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ജയിലിൽ നിന്നോ അല്ലെങ്കിൽ മാനസികാരോഗ്യ ശാലയിൽ നിന്നോ ചാടി വരുന്നുള്ള ഒരവസ്ഥയിൽ ഇവർക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. 29-ാം തീയതി രാത്രി പോലീസ് അറിയിക്കുമ്പോഴാണ് ഇയാൾ ചാടിപ്പോയ വിവരം ഇവരറിയുന്നത്. അതിനുശേഷം അവർ ഉറങ്ങിക്കാണില്ല. എന്റെ ഒരു ബോധ്യം അതാണ്, അങ്ങനെയാണ് തോന്നുന്നത്. അതിനുശേഷം പോലീസ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം, അവർക്ക് അവിടെ കാവൽ ഏർപ്പെടുത്തണം. അവരുടെ നീതി നിർവഹണത്തിൽ ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. കാരണം സംവിധാനത്തിന്റെ പരാജയം സംഭവിച്ചു കുറ്റവാളി രക്ഷപ്പെട്ടു പോരുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും വൈരാഗ്യമുണ്ട്. പ്രത്യേകിച്ചും ഇയാൾക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങൾ ഉള്ള ആളെന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം ആ അധികാരികൾ അതിന്റെ സുരക്ഷിതത്വം, അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം, അവരുടെ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ആശുപത്രി എന്ന് പറയുന്നത് 1872 ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു ആശുപത്രിയാണ്. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. കാടും പടലുമൊക്കെ പിടിച്ചു കിടക്കുന്ന വിജനമായിട്ടുള്ള സ്ഥലമാണ്. ആ ആശുപത്രിയുടെ മുൻവശത്ത് ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിലും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അതിനകത്തുള്ളത്. അതിൽ 400ഓളം അന്തേവാസികളുണ്ട്. അത് കൊലപാതകികളുണ്ട്, കവർച്ചക്കാരുണ്ട്, ബലാത്സംഗക്കാരുണ്ട്, സാമൂഹ്യ വിരുദ്ധരുണ്ട്. ഇവരെല്ലാം മാനസിക രോഗ ചികിത്സയുള്ള ആളുകളും മറ്റ് അന്തേവാസികളും അവിടെ ഉള്ളതാണ്. അതിനാകെയുള്ള സുരക്ഷാ ജീവനക്കാരെന്ന് പറയുന്നത് വെറും 5 പേര് മാത്രമാണ്. ഈ അടുത്ത നാൾ വരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ 20ഓളം താൽക്കാലിക ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ശമ്പളം കിട്ടാതെ വന്നപ്പോൾ അവരെ കൊടുക്കാതെ വന്നപ്പോൾ അവരെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പൊ ഈ 400 പേരെ നിയന്ത്രിക്കാനായിട്ട് വെറും 5 പേര് മാത്രമെന്നുള്ളത് എങ്ങനെയാണ് അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നേയില്ല. അതിനോടൊപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ CCTVയോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല.
2014 മലപ്പുറം സ്വദേശിയായ ഒരാളെ ഒരു അന്തേവാസിയെ വേറൊരാൾ കഴുത്തിരിച്ചു കൊന്നിട്ടുണ്ട്. അവിടെ തന്നെയുള്ള ഒരു അന്തേവാസി. അതിനുശേഷവും സമാന സ്വഭാവത്തിലുള്ള ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, കൊലപാതകം ഉൾപ്പെടെ. അപ്പൊ അതുപോലെ തന്നെ അവിടുന്ന് ചാടി പോവുകയും ചെയ്തിട്ടുണ്ട് പലരും. അപ്പം നമ്മൾ ഇതിലെ ചേർത്ത് വായിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സുരക്ഷിതത്വം ഒട്ടും തന്നെ ഇല്ലാത്ത ആശുപത്രികളിലേക്ക് ഇങ്ങനെയുള്ള തടവുകാരെ, അതായത് ഫോറൻസിക് വാർഡ് എന്നാണ് പറയുന്നത്, അവിടെ ശരിയായ രീതിയിലുള്ള സുരക്ഷിതത്വം, അവർ പുറത്ത് ചാടാതെയും രക്ഷപ്പെടാതെയും ഇല്ല എങ്കിൽ അത് വലിയൊരു പരാജയമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പം സ്ഥാപനത്തിന്റെ ആണോ സംവിധാനത്തിന്റെ ആണോ പരാജയം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഈ കുടുംബത്തിന് മാത്രമല്ല, ഇതേ രീതിയിലുള്ള വൈകൃതമുള്ള ആളുകൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും എന്ത് സംഭവിക്കാം. ഏത് വീട്ടിലും ഏത് പെൺകുട്ടികളോടും ഏത് രീതിയിലും പെരുമാറാം, അല്ലെങ്കിൽ ഏത് കൊലപാതകവും ചെയ്യാം. അപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണിത്. ഇത് തീർച്ചയായിട്ടും അധികാരികൾ ഇതിൽ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കുകയും ഈ ആശുപത്രി മാത്രമല്ല, കുതിരവട്ടം മാത്രമല്ല, ഊളംപാറയും അതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള വെസ്റ്റ് ഫോർട്ടിലുള്ള മെന്റൽ ആശുപത്രി ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളാണ്. അവിടെയൊക്കെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ചും ഈ തടവുകാരെ, കുറ്റവാളികളെ, അങ്ങനെയുള്ള ആളുകൾ വരുമ്പം അവരെ പ്രത്യേക സെല്ലിൽ സൂക്ഷിക്കുകയും അതിന് പ്രത്യേക കാവൽ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അതാണ് ഈ അധികാരികൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മാധ്യമങ്ങൾ ഇത് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രാധാന്യം കൊടുത്തു തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം ഈ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇവരുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നുള്ളത് തന്നെയാണ്. കാരണം ഇവർ മാനസിക രോഗികളാണ്, അതോടൊപ്പം തന്നെ ക്രിമിനൽ വാസത്തിലുള്ള കൊടും കുറ്റവാളികളുമാണ്. അപ്പോൾ അത് സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇവരെ സുരക്ഷിതമായിട്ട് അറകളിൽ തന്നെ, സെല്ലുകളിൽ തന്നെ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത്തരത്തിൽ ഈ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രതികളെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിഗണന നൽകേണ്ടതില്ലേ? ഇവരുടെ കൂടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയൊന്നും നിർത്താറില്ല അല്ലേ? അതെ, ശരിക്കും ആശുപത്രികളില് ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രി, മെഡിക്കൽ കോളേജ്, അവിടെയൊക്കെ സെല്ലുകളുണ്ട്. അതായത് ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്, അതേസമയം അവർക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റില്ല. പോലീസ് കാവല് പുറത്തുമുണ്ടായി. അപ്പം എണ്ണത്തിൽ ഇപ്പം ഈ കുതിരവട്ടം പോലുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളില് അവിടെ എണ്ണത്തിൽ ഇവർ കുറച്ചേ കാണുകയുള്ളൂ. അപ്പോൾ ഒരു സുരക്ഷാ സംവിധാനം പോലീസിന്റെയോ അല്ല പോലീസിന്റെ തന്നെ അവിടെ സജ്ജീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ അത് ആവശ്യമാണ്. കാരണം ജയിലിൽ കിടക്കുന്നവരുടെ ആശുപത്രിയിൽ കിടക്കുന്നവരുടെ മാത്രമല്ലല്ലോ, പുറത്തുള്ള സാധാരണ ജനങ്ങളുടെയും പെൺകുട്ടികളുടെയും യുവതികളുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും ഒക്കെ സുരക്ഷയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇങ്ങനെ ഒരാളെ ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അയാൾ അവിടെ ചികിത്സയ്ക്കായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം ഭിത്തി തുരന്നും ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1872 ചെയ്ത ഭിത്തികളാണ് അല്ലെങ്കിൽ മതിലുകളാണ്. അതിന്റെ സുരക്ഷ എത്രമാത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിരിക്കാം ചിലപ്പോൾ ഇവർ മാനസിക രോഗം അഭിനയിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അവിടുന്ന് ഡോക്ടറുടെ റെക്കമെൻഡേഷനോടുകൂടി ഈ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. അതെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. യഥാർത്ഥത്തിൽ ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടോ എന്നുള്ളതും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ.എം. ആന്റണി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.